ഞാൻ നിൽക്കുന്ന വീടിന്റെ ഫ്രണ്ടിൽ കാണുമ്പം ഒരു ഐഡിയ ഉണ്ടോ? ഞാനൊരു മാസം മുമ്പ് ഈ PTP ലൊക്കേഷനിൽ ഒരു വീടിന്റെ റെനോവേഷൻ എടുത്തിരുന്നു. 35 years പഴക്കമുള്ള വീടാണ്. അപ്പൊ നമ്മൾ ഇവിടെ എന്തൊക്കെയാ ചെയ്യുന്നുള്ളത് നമുക്ക് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മളിപ്പോ കോമ്പൗണ്ട് വാൾ 4 ചുറ്റും കംപ്ലീറ്റ് വാഷൊക്കെ ചെയ്ത് അതിന്റെ പായലൊക്കെ മാറ്റി പ്രൈമറൊക്കെ അടിച്ച് ഈ വെല്ലും നമ്മൾ പ്രോപ്പറായിട്ട് അതിനകത്തുള്ള വേസ്റ്റ് എല്ലാം മാറ്റി ക്ലീൻ ചെയ്തേണ്ട ഒരു കുറെ വർഷങ്ങളായി അതൊക്കെ ക്ലീൻ ചെയ്തിട്ട്. അപ്പം അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് അതിനെയും പ്രോപ്പർ ആക്കിയിട്ടുണ്ട്. ഈ വീടിന്റെ എക്സ്റ്റീരിയറും പ്രോപ്പറായിട്ട് പെയിന്റിംഗ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ഡോർ ആണ്. സാധാരണ ഫ്രണ്ട് ഡോർ എപ്പോഴും ടീക്വുഡ് ആണല്ലോ എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. കുറെ നാൾ കഴിയുമ്പോൾ അതിനകത്ത് ഫംഗസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഫംഗസ് എല്ലാം കംപ്ലീറ്റ് സാൻഡ് ചെയ്തിട്ട് സീലറിട്ട് പോളിഷ് ചെയ്യാവും. ഇപ്പൊ അങ്ങനെ ആണ് ചെയ്തേക്കുന്നത്. ലിവിംഗ് ആൻഡ് ഡൈനിങ് റൂമിലാണ് ഞാൻ നിൽക്കുന്നത്. പഴയ ഇലക്ട്രിക്കൽ സ്വിച്ച് ബോർഡ്സ് എല്ലാം ചേഞ്ച് ചെയ്തു. പഴയ ട്യൂബ് എല്ലാം ചേഞ്ച് ചെയ്തു. ഫാൻ ചേഞ്ച് ചെയ്തില്ല. ഈ വിൻഡോയുടെ എല്ലാ വിൻഡോയുടെയും ഹാർഡ്വെയർ എല്ലാം ചേഞ്ച് ചെയ്തു. ഹൂക്കും കംപ്ലൈന്റ് ആയിരുന്നു. അതെല്ലാം മാറ്റി എല്ലാം പുതിയതാക്കി. ഇപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത് അടയ്ക്കാനും തുറക്കാനൊക്കെ വളരെ ഈസിയാണ്. ഡൈനിങ് റൂമിൽ ചെറിയൊരു വാൾ മൗണ്ട് ബേസിൻ ഉണ്ട്. നേരത്തെ ഇരുന്ന ബേസിൻ ഇവിടെ തന്നെ ആയിരുന്നു. അപ്പൊ അത് പഴയതായതുകൊണ്ട് അതിനെയൊക്കെ ഒന്ന് മാറ്റി ഇവിടെ ബാക്കിൽ വോൾട്ടേലൊക്കെ ഒട്ടിച്ച് ഇപ്പൊ നമ്മൾ നല്ലൊരു ടാപ്പൊക്കെ ഇവിടെ കൊടുത്തു. ഒരു വീടിന്റെ ബേസിക് ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ കിച്ചണും ബാത്റൂമുമാണ് ഏറ്റവും കൂടുതൽ ഡാമേജ് ആണ്. ഇത് രണ്ടും ഞങ്ങൾ ഫുള്ള് ചേഞ്ച് ചെയ്തായിരുന്നു. അതൊന്ന് കാണിക്കാം.